തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിലെ ബി.ജെ.പി. മുഖ്യ തെരഞ്ഞെടുപ്പ് കാര്യാലയം CPM അടിച്ചു തകർത്തു. CPMന്റെ വിജയത്തിന് പിന്നാലെയാണ് ബി.ജെ.പി. ഓഫീസുകൾക്ക് നേരെ ആക്രമണം. ഇതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. പ്രകടനവും നടത്തി. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, എന്താണ് തൃക്കണ്ണാപുരത്ത് നടന്നത്? ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നത്. അതായത് CPM വിജയിച്ചതാണ് ഈ വാർഡിൽ. CPM സ്ഥാനാർത്ഥി അജിൽ S ആണ് വിജയിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് BJP ഓഫീസുകളുടെ BJPയുടെ തിരഞ്ഞെടുപ്പ് കാര്യാലയത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഈ കാര്യാലയം BJPയുടേതാണ്. ഇവിടെ വ്യാപകമായിട്ട് അടിച്ചു തകർത്ത് സാധനങ്ങൾ നശിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് പോസ്റ്ററുകളും അതുതന്നെ ബാനറുകളും അടക്കം വലിച്ചുകീറി നശിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പ്രവർത്തകരൊന്നും തന്നെ ഈ ഒരു ഭാഗത്ത് ഇല്ലായിരുന്നു. അതായത് തൊട്ടടുത്ത വാർഡിൽ വിജയിച്ചതിനാൽ തന്നെ ആ ഒരു ആഹ്ലാദ പ്രകടനത്തിനായിരുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയിൽ വലിയൊരു വിജയമാണ് നടത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടിയിലായിരുന്നു പ്രവർത്തകരെല്ലാം. പ്രവർത്തകരൊന്നും ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടന്നത്. തുടർന്ന് ഇവിടെ എത്തുകയും ഇവിടെ മോഷണമടക്കം നടന്നുവെന്നാണ് BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ വിനോദ് കുമാർ പിന്നീട് നമ്മളോട് പ്രതികരിച്ചത്. ഇവിടെ 3 നിലവിളക്കടക്കം സൂക്ഷിച്ചിരുന്നു. ഒരു നിലവിളക്കിന്റെ വില 25,000 രൂപയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള 3 നിലവിളക്കുകൾ ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM പ്രവർത്തകരുടെ നേരെ ആക്രമണം നടക്കുകയും CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടക്കുകയും ആ ആക്രമണം നടത്തിയ വ്യക്തികളുടെ പേഴ്സ് അടക്കം ഇവിടുന്ന് BJP പ്രവർത്തകർക്ക് ലഭിക്കുകയും ചെയ്തു. CPMന്റെ തന്നെ പ്രവർത്തകനായ അരുൺലാലിന്റെ പേഴ്സാണ് കിട്ടിയത്. പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ അടക്കം BJP പ്രവർത്തകർ എടുത്തു കാട്ടിയിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഒരു പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അക്രമ സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും പിരിഞ്ഞു പോയത്. BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്ന തിരുവനന്തപുരം നഗരസഭയിൽ BJP വലിയ തരത്തിൽ മുന്നേറ്റം നടത്തുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPMനെതിരെ ജനവിരുദ്ധ വികാരം ആണ് മൊത്തത്തിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും. അതിനാൽ തന്നെ അതിന് പിന്നാലെയാണ് CPMന്റെ വിജയാഹ്ലാദം നടക്കുകയും അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തി തൃക്കണ്ണാപുരം എന്ന് പറയുന്ന ഈ ഭാഗത്ത് പ്ലാവിള ഭാഗത്ത് ഇവിടെ വെച്ച് ആക്രമണം നടക്കുകയും ചെയ്തത്. ആക്രമണത്തിൽ പ്രവർത്തകർക്ക് ആർക്കും പരിക്കേറ്റില്ലെങ്കിലും പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം നടന്നു എന്ന് മനസ്സിലാക്കി അല്പസമയം വരെ നിരവധി പ്രവർത്തകർ ഈ ഒരു പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. ഇപ്പോഴാണ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് മറ്റ് നേതാക്കൾ ഇവിടെ എത്തി. അതായത് ഇവിടുത്തെ തന്നെ പ്രാദേശിക നേതാക്കൾ എത്തി പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നത്. നീലിമ, ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ശാന്ത അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ പോലീസ് അടക്കം ആരും തടിച്ചുകൂടാതിരിക്കുന്നത്. അതായത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ CPMന്റെ സ്ഥാനാർത്ഥിയും മറ്റു പ്രവർത്തകരും നിൽക്കുന്നത്. കർശന സുരക്ഷയിൽ തന്നെയാണ് തൃക്കണ്ണാപുരം പ്രദേശം.